ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ബാസിത്ത് കോട്ടപ്പുറം. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് നമുക്കൊരു കവിതയിലെ 3 ലൈൻസാണ് കിട്ടിയിട്ടുള്ളത്. മൈ ഫാദർ സേസ് വിത്ത് ഒബ്വിയസ് പ്രൈഡ്, സൺ വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്, ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. സോ അത് തന്നിട്ട് നമ്മോട് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ പോയം, അറിയാം, റൈസ് എന്നുള്ള കവിതയിലെ ലൈൻസാണിത്. നമ്പർ 2, ഹു ഈസ് മെൻഷൻഡ് ഹിയർ ആസ് സൺ. സൺ എന്ന് മെൻഷൻ ചെയ്തുള്ളത് ആരാണ്? ദ പോയറ്റ് തന്നെയാണ്. എക്സ്പ്ലെയിൻ ദ ഐഡിയ കണ്ടെയ്ൻഡ് ഇൻ ദീസ് ലൈൻസ്. ഈ ലൈൻസിൽ കണ്ടെയ്ൻ ചെയ്തുള്ള ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? ദ പോയറ്റ്സ് എക്സ്പെക്റ്റേഷൻ, ഫാദേഴ്സ് ഷിഫ്റ്റ് ഫ്രം ഫാമർ ടു എ സോഫിസ്റ്റിക്കേറ്റഡ് മാൻ. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. ദെൻ read the following passage and answer the questions from 4 to 7. Only please let him mug up the 16th table a little more. He's all right. He will pull through. ഇതിലും നമുക്ക് ഒരു കഥയുടെ സെൻറ്റൻസ് തന്നിട്ട് അതിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഐഡൻറ്റിഫൈ ദ സ്റ്റോറി, ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആണ്, അറിയാം. ഹു ഇസ് ദ ഓതർ? RK നാരായണനാണ്. സോ ഓരോ ചാപ്റ്ററിൻ്റെയും നെയിമും അതിൻ്റെ ഓതേഴ്സും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു ക്വസ്റ്റ്യനും മിക്കവാറും ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റൻസെങ്കിലും എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട്. ആൻഡ് ഹു ഈസ് ദ സ്പീക്കർ? സ്പീക്കർ ആരാണ്? ടീച്ചർ തന്നെയാണ്, RK നാരായണൻ ടീച്ചർ. വാട്ട് ഇസ് ദ വേർഡ് പുൾ ത്രൂ മീൻസ് ഇൻ ദ ലാസ്റ്റ് സെൻറ്റൻസ്? ഈ ലാസ്റ്റ് സെൻറ്റൻസിൽ പുൾ ത്രൂ എന്നുള്ള അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് അത് ഗെറ്റ് ബെറ്റർ എന്നുള്ള, നന്നാവുക എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് തന്നുള്ളത്. ബ്രാക്കറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ടേക്ക് അപ്പ്, റൺ അപ്പ്, റൺ ഔട്ട്, ഗെറ്റ് ഓൺ. പക്ഷെ നമുക്ക് 2 മാത്രമേ ഫിൽ ചെയ്യേണ്ടതുള്ളൂ. ഐ എം അഫ്രൈഡ് ദാറ്റ് വി ഹാവ് റൺ ഔട്ട് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് വി വിൽ ഡാഷ്, അതിന് നമ്മൾ കൊടുക്കേണ്ടത് ടേക്കപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കറക്ഷൻ നടത്തേണ്ടതുണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്. സോ ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ആർ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ കൊടുക്കേണ്ടത് ശരിക്കും ഈസ് ആണ്. ഓക്കെ, വിമന് പകരം ഈസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ ആർ എന്നുള്ളതിന് പകരം ഈസാണ് കൊടുക്കേണ്ടത്. അറ്റ് പിന്നെ പ്രൈം ഇമ്പോർട്ടൻസ് അറ്റ് എവറി സൊസൈറ്റി, അവിടെ നമുക്ക് അറ്റല്ല കൊടുക്കേണ്ടത്, അവിടെ കൊടുക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ ആണ്. ഇൻ എവറി സൊസൈറ്റി എന്നാണ്. പിന്നെ ഇൻ അവർ കൺട്രി വി ഹാവ് അച്ചീവ്മെൻറ്റ് എന്നല്ല പറയേണ്ടത്, വി ഹാവ് അച്ചീവ്ഡ്. ഹാവിന് ശേഷം ഒരു വേർബാണ്, V3 ആണ് വരേണ്ടത് വേർബ് വരുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഒരു വേർബ് വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ചീവ്ഡ് എന്നാണ്. പാർഷ്യൽ സക്സസ്, ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. വാട്ട് വി ഷുഡ് ഡു എന്നല്ല പറയേണ്ടത്, വാട്ട് ഷുഡ് വി ഡു എന്നാണ് പറയേണ്ടത്. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഓക്സിലറി ആദ്യം വരണം, പിന്നെയാണ് സബ്ജക്റ്റ് വരേണ്ടത്. ഓക്കെ, സോ വാട്ട് വി ഷുഡ് എന്നല്ല, വാട്ട് ഷുഡ് ബി. ഓക്കെ, ദെൻ ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം 11 to 16. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. എലോബറേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാരക് ഒബാമ ആണ് ഇത് പറഞ്ഞുള്ളത്, ഫോമർ പ്രസിഡന്റ് ഓഫ് അമേരിക്ക, വിത്ത് റെഫറൻസ് ടു ദ ലൈഫ് ഓഫ് ഇർഫാൻ ആലം. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, ഇതിനെ
എലോബറേറ്റ് ചെയ്യാനാണ്, വിശദീകരിച്ച് പറയാനാണ്. അപ്പോൾ നമ്മളൊരു ഇതിനെ വിശദീകരിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇർഫാൻ ആലത്തെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ അത് അങ്ങനെ എലോബറേറ്റ് ചെയ്യാണ് വേണ്ടത്. ദെൻ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ക്രിസ്മസ് സെലിബ്രേഷൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നടന്നൊരു ക്രിസ്മസ് സെലിബ്രേഷൻ എഴുതാനാണ്. അപ്പോൾ അതിലൊരു ടോപ്പിക് സെൻറ്റൻസ് വേണം, ലാംഗ്വേജ് യൂസ്ഡ്. ടോപ്പിക് സെൻറ്റൻസിനും ലാംഗ്വേജ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷക്കും ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസും കണ്ടൻറ്റ് അതിനൊക്കെ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നോക്കിയിട്ടാണ് എഴുതേണ്ടത്. പിന്നെ നമ്പർ 13, വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി യു ലുക്ക് ഫോർ ഇൻ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൽ നിങ്ങൾ കാണുന്ന ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് എഴുതേണ്ടത്. റൈറ്റ് എ ബ്ലർബ് ഓൺ എ ബുക്ക് ദാറ്റ് യു റെഡ് റീസെൻ്റ്ലി. നിങ്ങൾ വായിച്ചൊരു പുസ്തകത്തെ പറ്റിയിട്ടൊരു ബ്ലർബ് എഴുതാനാണ്. സോ ബ്ലർബ് എഴുതാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡലൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ റൈറ്റ് 4 ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ടിങ് ദി സ്റ്റേറ്റ്മെൻറ്റ് ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് ആർ ബെറ്റർ ദാൻ ദെയർ ഫ്രണ്ട്സ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ അതുണ്ടല്ലോ, തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതായിട്ട് കൊടുക്കാം. ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് ആർ ബെറ്റർ ദാൻ ദ ഫ്രണ്ട്സ് ഇൻ ദ പാസ്റ്റ് എന്നിട്ട് അത് ഫസ്റ്റത്തെ പോയിൻ്റ് അതിനെ കൊടുക്കാം, നോ പ്രോബ്ലം. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഡു അഗ്രി വിത്ത് ദ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, എന്താണോ നിങ്ങൾ അതിൽ കാണുന്നത് അത് വെച്ച് എഴുതാം. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ച് എഴുതുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാർക്ക് നമുക്ക് വീഴും. ദെൻ എക്സ്പ്ലെയിൻ ദ ഐഡിയ കണ്ടെയ്ൻ ഇൻ ദ ലൈൻസ് ഗിവൺ. ഈ ലൈനിൽ നൽകിയിട്ടുള്ള ഇത് എഴുതാനാണ്. അപ്പോൾ സംതിങ് ദർ ഇസ് ദാറ്റ് ഡസ് ഇൻ ലവ് എ വാൾ ദാറ്റ് സെൻസ് ദ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. നമുക്കറിയാം മെൻഡിങ് വാളിലെ ലൈൻസാണ്. അപ്പോൾ അതിൽ പറയുന്നത് ദർ ഷുഡ് ബി നോ വാൾസ് ബിറ്റ്വീൻ പീപ്പിളിൻ്റെ ഇടയിൽ പീപ്പിൾ ഡിവൈഡ് ദംസെൽവ്സ് ബൈ ബിൽഡിംഗ് വാൾസ് and these walls come in front of gender, religion, various isms like that, caste, position, wealth ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ തമ്മിൽ അകലമില്ലാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ മനുഷ്യർ വളരെയധികം അകന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദെൻ ആൻസർ 5 ക്വസ്റ്റ്യൻസ്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു യു തിങ്ക് ആർ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എലമെൻറ്റ്സ് ഇൻ ദ ക്യാരക്ടർ ഓഫ് നൊമിത. നൊമിതൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ ഏതായാലും ഒരു ക്യാരക്ടറിസ്റ്റിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എന്തായാലും ഉണ്ടാവാം. അപ്പോൾ ഏറെക്കുറെ എല്ലാ വരാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സിൻ്റെയും അവരെ പറ്റിയുള്ള ഒരു പാരഗ്രാഫ് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ആസ് പാർട്ട് ഓഫ് NSS ക്യാമ്പ് ഓഫ് യുവർ സ്കൂൾ യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് ആശാ വർക്കേഴ്സ് ഓഫ് യുവർ വാർഡ്. ആശാ വർക്കേഴ്സുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ടു നോ ദ ലൈഫ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ലൈഫും റെസ്പോൺസിബിലിറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പ്രിപ്പയർ 3 ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ പ്രോബബിൾ റെസ്പോൺസസ്. നിങ്ങൾ എന്ത് ചെയ്യാനാണ്, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിനെ പറ്റിയ ആൻസേഴ്സും എഴുതാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാൻ വളരെ സിമ്പിളാണ്. എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന 4 ക്വസ്റ്റ്യൻ ഇടയ്ക്ക് പോയാൽ മതി. പിന്നെ നമുക്ക് അനുസരിച്ചുള്ള ഒരു ആൻസേഴ്സും അതിന് എഴുതി കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മാർക്ക് വാങ്ങാം. You have seen a few powerful women in the first block of your course book. How did Nomida and Detna influence your life? Write a blog reflecting on the women characters. ആ വ്ളോഗ് എഴുതാനാണ്. വ്ളോഗ് എഴുതുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം, പിന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിലൊരു എഴുത്തും നടത്തണം. വാട്ട് ആർ ദ ലൈഫ് ലെസൺസ് ദാറ്റ് ക്യാൻ ബി ലേൺ ഫ്രം ദ സ്റ്റോറി ആമിഗോ ബ്രദേഴ്സ് റിട്ടൺ ബൈ പിരി തോമസ്. പിരി തോമസ് എഴുതിയുള്ള ആമിഗോ ബ്രദേഴ്സിന് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ലൈഫ് ലെസൺസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് എഴുതാം. ആസ് പാർട്ട് ഓഫ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ യുവർ സ്കൂൾ മിസ്റ്റർ കപിൽ സിബൽ, നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള കപിൽ സിബൽ എന്ത് ചെയ്യാണ്, ദ ലീഡിംഗ് അഡ്വക്കേറ്റ് ഇൻ ഇന്ത്യയാണ്, ഈസ് ഇൻവൈറ്റഡ് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഗൈഡ് അസ് ഓൾ
എന്നുള്ള ഒരു ടോപ്പിക്കിൽ മൂപ്പര് സംസാരിക്കാൻ വരികയാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ആൻ ഇമെയിൽ ടു ഹിം ഡീറ്റെയിലിംഗ് ദ പ്രോഗ്രാം ഇൻക്ലൂഡിങ് ദ കോൺസെപ്റ്റ്, ഡേറ്റ്, ടൈം ആൻഡ് ദ വെന്യൂ ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇമെയിൽ എഴുതാനുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ടു പിന്നെ സബ്ജക്റ്റ് CC, BCC അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പഠിക്കണം. ഓക്കെ. പിന്നെ മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് റെലവൻറ്റ് ഈവൻ ടുഡേ. His idea of a world without walls is more important in the context of recent wars in Palestine and Ukraine. ഫലസ്തീനിലും ഉക്രൈനിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൽ വളരെ പ്രസക്തമാണ്. പ്രിപ്പയർ എ സ്പീച്ച് ടു ബി മെയ്ഡ് ഓൺ ദ ടോപ്പിക് ഡു വാൾസ് മേക്ക് ഓൺലി വാൾസ് ആൻഡ് ടിയേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്ത് യുദ്ധം ഉണ്ടാക്കുന്നത് മതിലുകളും കരച്ചിലുകളും മാത്രമാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊരു ഇത് എഴുതാനാണ്, സ്പീച്ച് നടത്താനാണ്. ഓക്കെ. അപ്പോൾ സ്പീച്ച് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്പീച്ചിൻ്റെ എന്തായാലും നിങ്ങൾ പഠിച്ചുക്കണം. കാരണം ഒരു സ്പീച്ച് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ കഴിയുന്നുണ്ട്, അപ്പോൾ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തായാലും പഠിച്ചിരിക്കണം. നമ്മൾ ആദ്യം ഒരു ഗുഡ് മോർണിംഗ് വെച്ച് തുടങ്ങും. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ പിന്നെ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദിസ് ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്പീച്ചിന് നമുക്ക് പറയാൻ പറ്റിയുള്ള കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു പോകണം. പിന്നെ 23 ഡ്രഗ് അബ്യൂസ് ഈസ് ഓൺ ദ റൈസ് ഇൻ അവർ സ്റ്റേറ്റ് ബട്ട് വി മസ്റ്റ് ബി കോൺഫിഡൻറ്റ് ടു ടാക്കിൾ ദിസ് ഡേഞ്ചർ ആസ് എ സൊസൈറ്റി. ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടാണ്. റീസെൻ്റ്ലി വൈൽ ഇനാഗുറേറ്റിംഗ് ദ സ്റ്റേറ്റ് യൂത്ത് വെൽ ഫെസ്റ്റിവൽ ഇൻ കൊല്ലം, ദ ചീഫ് മിനിസ്റ്റർ സ്പോക്ക് അബൌട്ട് യൂസിങ് ആർട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസിനെതിരെ ആർട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചീഫ് മിനിസ്റ്റർ. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ റോൾ ഓഫ് ആർട്സ് ഇൻ എൻഡിങ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഇത് എഴുതാനാണ്. ഡ്രഗ് അബ്യൂസ് വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം നമുക്ക്. ദെൻ റീസെൻ്റ്ലി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. Recently, newspapers have published a series of reports on dowry deaths in Kerala. ഡൗറി ഡെത്തുകളെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദീസ് വിമൻ കിൽഡ് ആർ എഡ്യൂക്കേറ്റഡ് ഓൾസോ, അല്ലേ? അധികം ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വൈ കാൺ ദേ ഫേസ് ദ ഇഷ്യൂ ഓഫ് ലൈഫ് ബോൾഡ്ലി? എന്തുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അവർക്ക് വളരെ ബോൾഡായിട്ട് നേരിടാൻ കഴിയുന്നില്ല? റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഡു വി നീഡ് to go beyond 3 L's to empowerment women in Kerala. അപ്പോൾ 3 L's of empowerment വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും നോക്കണം. അതിനെപ്പറ്റി എന്തായാലും ഒരിത് വരാൻ സാധ്യതയുണ്ട്, കാരണം ഒരു യൂണിറ്റ് തന്നെ അതിനെ പറ്റിയുണ്ട്. Then the following is an advertisement that came in a leading newspaper. You are qualified to apply for the same. Prepare a job application and letter and resume to apply for the post. Okay. അവിടെ നമ്മളൊരു ഫോമൽ ലെറ്റർ എഴുതണം. ജോബ് ആപ്ലിക്കേഷൻ്റെ ഒരു ലെറ്റർ നമ്മളൊരു മോഡൽ അറിഞ്ഞിരിക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു റെസ്യൂമ് അതും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നെയിം, ഏജ്, പിന്നെ ക്വാളിഫിക്കേഷൻ, അങ്ങനെ നമ്മുടെ കുറേ ഡീറ്റെയിൽസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ലാസ്റ്റ് വൺ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും വരുന്ന ക്വസ്റ്റ്യനാണിത്. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു കോമൺ എക്സ്പ്രഷൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാം. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമിൻ്റെ ഒരു മോഡൽ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഒരു ഫ്രം വേണം, പിന്നെ ഒരു ഡേറ്റ് 2 വേണം, പിന്നെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സബ്ജക്റ്റ് വേണം DSR, പിന്നെ അതിൻ്റെ ഒരു ബോഡി ഓഫ് ലെറ്റർ, പിന്നെ ലാസ്റ്റ് ആരാണ് അയക്കുന്നത്, പ്രൈസൊക്കെ വേണം. ഇതാണ് റെസ്യൂമിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. നെയിം, ഏജ് അങ്ങനെ കൊടുത്ത് പോകണം. പിന്നെ ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു 2 വേണം, CC BCC ആപ്ലിക്കേഷൻ, പിന്നെ സാർ ഒക്കെ പറഞ്ഞതാണല്ലോ, ആ ഒരു രൂപത്തിലാണ് വേണ്ടത്. പിന്നെ ഏത് ഇൻ്റർവ്യൂവിലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെക്കണം, ആരോടും ചോദിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ പോയം റിവ്യൂ ആൻഡ് കമ്പാരിസൺ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിങ്ങനെ എഴുതാം.
പോയം ഈസ് റിട്ടൺ, തീം ഓഫ് ദ പോയം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് ഇത് എഴുതി കഴിഞ്ഞാൽ, ഇത് മാത്രം എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു 5 മാർക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ, ആ ഒരു ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ആ കവിതനെ ഇതാക്കി എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 5 മാർക്കിനുള്ള ഒരു ഇതാണിത്, കോമൺ എക്സ്പ്രഷൻസ് ആണ്. ഇത് മാത്രം എഴുതി വെച്ച ഒരു 5 മാർക്ക് ഷുവറാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കവിതയിലെ കുറച്ച് വരികളും കവിത ആരാണ് എഴുതിയത് നമുക്കുള്ള രൂപത്തിൽ കുറച്ച് എഴുതി കഴിഞ്ഞാൽ ഏറെക്കുറെ ഫുൾ മാർക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളത് SSFൻ്റെ കീഴിലുള്ള വെഫിയുടെ എക്സലൻസി ടെസ്റ്റിൽ നിന്നാണ്. എല്ലാ വർഷവും അവർ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പങ്കെടുക്കണമെങ്കിൽ അടുത്ത യൂണിറ്റുകളിൽ നിങ്ങൾ സന്ദർശിച്ചാൽ മതി. അതിൻ്റെ ആളുകളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. So see you in the next video. Thank you. Have a nice day.